ഹായ് ഗായ്സ്, തൊയ്ബ് മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇന്നലത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് റിവ്യൂ ആണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ലാലേട്ടൻ ഇന്നലെ നല്ല രീതിയിൽ ഒരു ഓണത്തിന്റെ ആഘോഷത്തിന്റെ പരമായ സംഭവങ്ങളൊക്കെ ഒരുക്കി കൂട്ടി വെച്ചുകൊണ്ട് ഒരു നല്ലൊരു എപ്പിസോഡാക്കി മാറ്റി. പക്ഷെ അവസാനം എല്ലാം കലം അടച്ചു എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ചു. അതായത് നമ്മൾക്കൊക്കെ ഇഷ്ടമില്ലാത്തൊരു വാക്ക് ലാലേട്ടനോട് ചോദിക്കുന്ന ആര്യനെയാണ് നമുക്ക് മനസ്സിലായത്. നമുക്ക് ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞു, അത് കളിയാക്കിയിട്ട് പറയുന്ന രീതിയിലുള്ള ഒരു വർത്തമാനം ആര്യൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടു. വളരെ മോശമായി. ഇത്തരത്തിലൊരു തരംതാണൊരു വേർഡ് വേണോ ആര്യനെ കുറിച്ച് ഒരുപാട് പറയുന്ന പലരുടെയും റിവ്യൂ നമുക്ക് കേൾക്കും. മോശപരമായ ആറ്റിറ്റ്യൂഡ് ഉപയോഗിച്ച് ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്യാതെ വളരെ നോർമലി അത് ഇല്ലാത്ത വ്യക്തിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ബിഗ് ബോസ് ഷോയിൽ മിനിമം കോമൺ സെൻസ് എങ്കിലും ഉണ്ടെങ്കിലേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. ആര്യൻ ഇനിയും നിൽക്കണം. ആര്യൻ്റെ നെഗറ്റീവ് ഷെയ്ഡ് മൊത്തം അവിടെ നൂരി വരണം, പുറത്തേക്ക് ചാടണം. ആര്യൻ എന്ന കണ്ടസ്റ്റൻസിന് മാത്രമേ അവിടെ ഒരു അഹങ്കാരം ധ്വനി ഉള്ളൂ. ലാലേട്ടൻ എന്ന് പറയുന്ന ഡീപ്പ് റെസ്പെക്റ്റ് ഉള്ള ഒരു മനുഷ്യനെ എന്തുകൊണ്ട് ആര്യൻ എന്ന വ്യക്തിക്ക് മാനിച്ചൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ബിഗ് ബോസ് ഷോയ്ക്ക് നിലപാടുണ്ട്, നിലവാരമുണ്ട്. ഇപ്പോൾ അഹങ്കാരവും കൂടി. അതായത് ഒരു കണ്ടസ്റ്റൻസിന് അഹങ്കാരം കൂടിയാൽ അവൻ താഴേക്ക് ഇറങ്ങി പറ്റൂ. ഏതോ പരസ്യ കമ്പനിയിൽ, പേസ്റ്റിൻ്റെയോ പരസ്യ കമ്പനിയിൽ അഭിനയിച്ച ആ അഡ്വാൻറ്റേഴ്സിന് ഒരു ബിഗ് ബോസിലേക്ക് കയറാൻ അയാൾക്ക് അഹങ്കാരത്തോടെ കയറി വന്നതാണ് ആര്യൻ. ആര്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രേക്ഷകരിൽ പലരും ആര്യൻ്റെ രൺബീർ കപൂറിന്റെ ഛായയുള്ള വ്യക്തി എന്ന നിലയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ആ ഒരു ഛായയെ ഇഷ്ടപ്പെടുന്നവർക്ക് രൺബീർ കപൂറിന്റെ കുടുംബത്തെ മൊത്തത്തിൽ ഇഷ്ടപ്പെടണമെന്നത് യാതൊരു അർത്ഥവുമില്ല. കാരണം മൊത്തത്തിൽ ഇഷ്ടപ്പെടാൻ രൺബീർ കപൂർ വേറെ, ആര്യൻ കപൂർ വേറെ. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ യാതൊരു സാമ്യവുമില്ല. ഒരാളെപ്പോലെ 7 പേരുണ്ടെങ്കിൽ അത് രൺബീർ കപൂർ ആണെങ്കിൽ മോഹൻലാലിനെ പോലെ 10 പേരുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ എത്ര പേരുണ്ടെന്നല്ല, ആ വ്യക്തി എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. രൺബീർ കപൂർ വേറെ വിഷയമാണെങ്കിൽ ആര്യൻ എന്ന കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൽ മറ്റൊരു വിഷയമാണ്. അപ്പോൾ മര്യാദ കെട്ട ഒരു ക്യാപ്റ്റൻ എന്ന് പേര് കേട്ടവനാണ് മണ്ടൻ. കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു ഒരു മണ്ടൻ ക്യാപ്റ്റൻ, ഒരു മണ്ടനെ വെല്ലുവിളിക്കുന്നത്. ഇതിപ്പോ മണ്ടനെ വെല്ലുവിളിക്കുന്നതല്ല, മണ്ടനെ നാറ്റിച്ച് വിടാൻ പോകുക. യഥാർത്ഥ മണ്ടൻ ഇവിടെയാണ് വരുന്നത്, ബിഗ് ബോസ് സീസൺ 7. ഇവനാണ് മണ്ടൻ, മുട്ടയിട്ട മണ്ടൻ. അങ്ങനെയല്ലേ പറയാവൂ. ഇവൻ തനി മണ്ടനായിക്കൊണ്ടിരിക്കുകയാണ്. ഇവന് ഫാൻസേ ഇല്ല, ഇവൻ ഫോളോവേഴ്സും ഇല്ല. ആര്യന്റെ പുച്ഛമായ ഒരു മുഖഭാവം അത് എപ്പം ആര്യനിലുണ്ടാവും. അതിലുണ്ടായിക്കൂടെ എന്ന് ചോദിക്കും. അതുണ്ട്, ചിലപ്പോൾ ഉണ്ടാവാം, പക്ഷേ യഥാർത്ഥത്തിൽ അതുണ്ട്. അങ്ങനെ പറയാവൂ. ചില രീതിയിൽ ആര്യന്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഗിമിക്കുകൾ കാണിക്കും. നോ കോംപ്രമൈസ്. നമുക്കതിലേക്ക് വരാം. അപ്പോ ആര്യന്റെ ഒരു ഈ ആര്യൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹിന്ദിയിലോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ ആ പയ്യൻ പെട്ടിയെടുത്ത് വീട്ടിൽ പോയിരുന്നേരെ. സീരിയസ്ലി, ഹിന്ദി ബിഗ് ബോസിൽ വല്ലതും ആയിരുന്നെങ്കിൽ ഇപ്പോ ആ സ്പോട്ടിൽ അവിടെ നിന്ന് സൽമാൻ ഖാൻ ഇറക്കി വിട്ടേനെ, മൂപ്പര് വീട്ടിൽ ഇരുന്നേനെ. ഞാൻ ഈ ഹിന്ദി ബിഗ് ബോസ് ആയിട്ടുള്ള കമ്പാരിസൺസ് പൊതുവെ നടത്താറില്ല, പക്ഷെ ചില സന്ദർഭങ്ങളിൽ പറയേണ്ടി വരികയാണ്. അതോടൊപ്പം ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ലാലേട്ടൻ ഈ മനുഷ്യനെ സമ്മതിച്ചേ പറ്റൂ. ഒരു മനുഷ്യൻ വളരും തോറും
ഉയരങ്ങൾ കീഴടക്കും തോറും അല്ലെങ്കിൽ ഏറ്റവും മഹാനായ നടനെന്ന് മലയാളികൾ വാഴ്ത്തിപ്പാടുന്ന ഇന്ത്യൻ സിനിമയിൽ തന്നെ അറിയപ്പെടുന്ന സിനിമാ താരങ്ങളിൽ ഒരാളായ മികച്ച നടന്മാരിൽ ഒരാളായിട്ടുള്ള മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഉയരം കൂടുന്തോറും, അദ്ദേഹം വളരും തോറും എളിമയുടെ ഒരു എന്താ പറയാ പ്രതീകമായിട്ട് അദ്ദേഹം മാറുകയാണ്. ഒന്നും പറയാനില്ല ആ മനുഷ്യനെ കുറിച്ച്. ഈവൻ ഇന്നലെ ഈ ആര്യം കാണിച്ച ഈ തെമ്മാടിത്തരം മമ്മൂക്കയോ സുരേഷ് ഗോപിയോ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ വേറെ ഒരു നടനും ഇതേ രീതിയിൽ എടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരാൾക്കും അതിന് പറ്റില്ല. ലാലേട്ടൻ ആക്ച്വലി ഇത് ഇങ്ങനെ കൈകാര്യം ചെയ്തതിൽ കുറച്ച് നിരാശനുമാണ് ഞാൻ. ഇങ്ങനെ അല്ല, ഇത്രയും ഒന്നും ഒരു ഇളവൊന്നും ഇവർക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോഴും ഈ സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, എപ്പിസോഡ് കണ്ടവരിൽ പലരും ശ്രദ്ധിച്ചു കാണില്ല, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ സംഭവം ഒന്ന് പറയാം. അതായത് ലാലേട്ടൻ ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു മുട്ടത്തോടുണ്ടല്ലോ, ആ ഒരു മുട്ടത്തോട് കിരീടം അത് കിട്ടിയ എല്ലാവരും തലയിൽ വെക്കണം, ഇല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഉടനെ ആര്യം ചോദിക്കുന്നുണ്ട്, ലാലേട്ട കുളിക്കുമ്പോ ഊരാൻ പറ്റുമോ? അപ്പൊ ലാലേട്ടൻ ചിരിച്ചുകൊണ്ട്, മോനെ കുളിക്കാറുണ്ടോ എല്ലാരും? അപ്പൊ ആര്യം ഉടനെ പിന്നല്ലാണ്ട്. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട്, അപ്പൊ കുളിക്കുന്ന സമയത്ത് അത് ഊരുക, കുളിക്കുക, നന്നായിട്ട് തല ചീകിയ ശേഷം വീണ്ടും വയ്ക്കുക. വേറെന്തെങ്കിലും സംശയം ഉണ്ടോ? അപ്പൊ ഈ സമയത്ത് ഈ പയ്യൻ, അവന്റെ മുഖത്ത് വ്യക്തമാണ് അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംശയം കൊണ്ടല്ല. അയാള് ആ സമയത്ത് ഒരു അഹങ്കാരം കൊണ്ടോ അല്ലെങ്കിൽ ബഹുമാനക്കുറവ് കൊണ്ടോ ഉള്ള ഒരു ചോദ്യമായിട്ട് അയാൾ ചോദിക്കുന്നുണ്ട്, ലാലേട്ട ഉറങ്ങുമ്പോ ഇടണോ ഇത്? അപ്പോ ലാലേട്ടൻ ഉടനെ തന്നെ മനസ്സിലായി ഇവന്റെ പരിപാടി ഇത് മര്യാദയ്ക്കുള്ളൊരു ചോദ്യമല്ല. കാരണം പുള്ളി ഇതുപോലുള്ള എത്ര എണ്ണത്തിനെ കണ്ടിട്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷെ ആ പയ്യന്റെ പ്രായം പരിഗണിച്ചാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 21 23 വയസ്സെങ്ങാണ്ടല്ലേ ഉള്ളൂ. ലാലേട്ടൻ അവിടെ വെച്ച് വല്ലതും പറഞ്ഞ അവന്റെ കരിയർ പോലും ഇല്ലാതായി പോകും. അപ്പൊ അതുകൊണ്ടായിരിക്കാം, ആ ഒരു പരിഗണന കൊണ്ടായിരിക്കാം മൂപ്പര് പറഞ്ഞു, മോനെ നീ എന്നെ ഊരുകയാണോ അതോ നീ കറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണോ എന്നിങ്ങനെ ചോദിച്ച് ലാലേട്ടൻ അതിനെ ചിരിച്ചവിടെ വിടുകയാണ്. എന്നിട്ട് ബ്രേക്ക് എടുത്ത് ആള് പോവാണ്. അപ്പൊ ഇത് ഈ ഒരു ചോദ്യം ഇയാൾ ഈ പയ്യൻ അവിടെ കൊണ്ട് നിർത്തുന്നില്ല. അപ്പൊ വീണ്ടും 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 അവിടെ ഇരുന്നുകൊണ്ട് ചൊറിയുന്നുണ്ട്. അപ്പൊ അടുത്തിരിക്കുന്ന അപ്പാനി എടാ മിണ്ടാരിയടാ, ചുമ്മാരി അങ്ങനെ ചോദിക്കാതെ എന്താ ഇത് എന്ന് പറഞ്ഞ് തട്ടുന്നുണ്ട്. എന്നിട്ട് ഇവന് മനസ്സിലാവാത്തോണ്ടല്ല, അവൻ ഈ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും അറിയാം. ഈ ആര്യന് ലോകത്തുള്ള എല്ലാത്തിനെ കുറിച്ചും അറിയാം. ഒരു ടാസ്കിന്റെ ഇടയിൽ ഞങ്ങളുടെ റിലീജിയനില് അച്ഛൻ മരിക്കുമ്പോൾ മാത്രമേ മുട്ടയടിക്കൂ എന്നുള്ള പച്ച നുണ പറയാൻ ആ പയ്യനറിയാം. അവനെല്ലാം അറിയാം. പക്ഷെ അവന് ഇത് ഉറങ്ങുമ്പോ ഇത് വെക്കണോ കുളിക്കുമ്പോ വെക്കണോ എന്നൊന്നും അവൻ അറിയത്തില്ല. മലയാള സിനിമയിലെ എന്നല്ല, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച 5 സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും മികച്ച അഭിനേതാക്കൾ ഒരു 5 പേരെടുത്താൽ അതിൽ ഒന്ന് ലാലേട്ടനാണ്. പല ലിസ്റ്റുകളിലും 1ഉം 2ഉം സ്ഥാനത്തൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ മാഹാത്മ്യം എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം എത്ര വലിയ നടനോ ആയിക്കോട്ടെ, അതല്ലല്ലോ. ഇവിടെ ഹോസ്റ്റായിട്ട് വന്ന് നിൽക്കുന്ന ആ മനുഷ്യനോട് ഒരു മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കാണിക്കേണ്ട ഒരു റെസ്പെക്ട് ഉണ്ടല്ലോ, അത് ആ പയ്യൻ കാണിച്ചില്ല. ഇതിനെയാണ് റെസ്പെക്ട്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ആര്യൻ എന്ന വ്യക്തി ആ മുട്ട അതൊരു പണിഷ്മെന്റാണ്. മുട്ടന്റെ ഒരു കിരീടം എന്നൊക്കെ പറഞ്ഞല്ലോ, അത് പണിഷ്മെന്റ് തന്നെയായിരുന്നു. ഈ ആര്യന് കൊടുത്ത പണിഷ്മെന്റ് ടാസ്ക് അത് റെസ്പെക്ട് അങ്ങനെയല്ല. ആര്യൻ ചോദിച്ചു, ലാലേട്ട ഇത് ഈ കിരീടം നമുക്ക് അയച്ചു വെച്ച് കുളിക്കാൻ പറ്റുമോ? എടോ, തലയിൽ കുളിക്കണമെങ്കിൽ അത് ഊരിയല്ലേ പറ്റൂ. കുളിക്കണമെങ്കിൽ അത് കിരീടം അയക്കണം, മുട്ടക്കിരീടം അയക്കണം. ഉറങ്ങണമെങ്കിൽ തല വെച്ചിട്ട് അത് പൊട്ടാതിരിക്കണമെങ്കിൽ അതും ഊരി വെക്കണം. ഇത് രണ്ടും അറിയാത്തവനൊന്നും അല്ലല്ലോ മനുഷ്യൻ. ആര്യൻ അത്ര മണ്ടനാണോ? അല്ല. മണ്ടത്തരം അഭിനയിക്കുന്നതാണോ? അത് നമുക്ക് സംശയം. പിന്നെ ഇന്നലെ ഉണ്ടായ സംഭവങ്ങളിൽ ലാലേട്ടൻ പറഞ്ഞതൊന്നും ആര്യന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനോടുള്ള റെസ്പെക്റ്റ് ആണോ ലാലേട്ടനോട് കാണിച്ചത്? എന്തുമാവാം. ഇന്നലെ ലാലേട്ടൻ നന്നായി ആര്യന് കൊടുത്തിട്ടുണ്ട്. ഇന്നലത്തതാണ് ഷാർപ്പ്, ഇന്ന് കുറച്ച് നൈസായിട്ടേ കൊടുത്തിട്ടുണ്ട്. കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ പണി വാങ്ങും. ലാലേട്ട ഇത്രയൊന്നും പറഞ്ഞാൽ പോലെ ഊരുക. ലാലേട്ടൻ ചോദിച്ചു, എന്നെ നീ ഊരിയതാണോ മോനെ, ഊക്കിയതാണോ മോനെ എന്ന്. ആ ഒരു ചോദ്യത്തിന് എന്തൊക്കെ അർത്ഥങ്ങളുണ്ടാവും? ലാലേട്ടൻ എത്ര മിനിറ്റ് അവിടെ മിണ്ടാതിരുന്നു? അത് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചു? ഇത്രയും വലിയൊരു നടനെ, ഇത്രയും വലിയൊരു ഹോസ്റ്റിനെ അവൻ എന്നൊക്കെയുള്ള പെരുമാറ്റത്തിലാണോ ഒരു
കണ്ടസ്റ്റൻസ് എന്ന പേരിൽ അവിടെ ബിഗ് ബോസിൽ വന്ന് ഇരിക്കേണ്ടത്? നോട്ട്. നമ്മൾ ആരും ഇഷ്ടപ്പെടുന്ന സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു കാര്യമല്ല ലാലേട്ടന് ചൊറിയാൻ നിൽക്കുന്നത്. കാരണം ഇത് ചൊറിച്ചലാണ്. ലാലേട്ടൻ എന്ന വ്യക്തി ഇന്നലെ അവൻ ചെയ്ത പെരുമാറ്റത്തിന് വേണ്ടിയാണ് അവന് ആ പണിഷ്മെന്റ് കിട്ടുന്നത്. അതൊരു പണിഷ്മെന്റ് കിരീടമാണ്. അത് എന്തിനു ആര്യൻ ചോദിച്ചു വാങ്ങിക്കുന്നതല്ലേ കിട്ടൂ. അതുപോലെ സംശയങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ അതൊക്കെ ഉള്ളിൽ വെക്കണം. ആവശ്യമില്ലാത്ത സംശയങ്ങൾ പുറത്തെടുക്കുന്നത് എന്തിനാണ് ആര്യൻ എന്തെങ്കിലും ഇതിൽ വലിയ കാര്യമുണ്ട്? വലിയ നിജസ്ഥിതി ഇല്ലാത്ത കാര്യങ്ങളാണ് ആര്യൻ പറഞ്ഞു കിട്ടുന്നത്. ആര്യൻ ആ ടാസ്കുകളിൽ തന്നെ ആ 3 ടാസ്ക് തന്നപ്പോ അതിൽ കാണിച്ചു കൂട്ടിയ മണ്ടത്തരങ്ങൾ ആര്യൻ മറന്നുപോകുന്നുണ്ട്. അനീഷ് അത് വ്യക്തമായി ചെയ്തിട്ടില്ലേ? ബാക്കി നിങ്ങൾ 2 പേരും കള്ളമാറുമായതുകൊണ്ട് നിങ്ങൾക്ക് ടാസ്ക് എന്താണ് തിരിച്ചറിവില്ല. അതറിയാത്തത് കൊണ്ടാണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന്റെ ഹൈജീനിന്റെ കാര്യത്തിൽ ഒരു വൃത്തിയില്ലാത്തവനാണ് ഈ ആര്യൻ. അങ്ങനെയുള്ളവനെ നമ്മൾ വീണ്ടും അപ്രീഷിയേറ്റ് ചെയ്യും. എടോ, അനുമോൾ അവിടെ ചവിട്ടിക്കേറിയപ്പോ നീയും അതിനെ വലിഞ്ഞു കയറി ചവിട്ടിക്കാരച്ചൊരു ഷോ കാണിച്ചു. അത് നമ്മൾ കണ്ടിരുന്നു. അതായത് ഫുഡുണ്ടാക്കുന്ന കാര്യത്തിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നീ കാണിച്ച കോപ്രായം. അനു അത് ചെയ്തത് ഉയരമില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ നീയോ ഉയരമുള്ള നീ അതിന്റെ മേലിൽ കയറി നിൽക്കേണ്ട കാര്യം എന്തായിരുന്നു? ഇതാരെങ്കിലും ചോദിച്ചോ? നമ്മൾക്കറിയാം, കാണുന്നുണ്ട്, പ്രേക്ഷകർ കാണുന്നുണ്ട്. അടുത്ത വീക്കിൽ ലാലേട്ടൻ ഇല്ലായിരിക്കാം. അടുത്ത വീക്കിൽ ഞാനും കുറച്ച് ബിസിയാണ്. ചിലപ്പോ റിവ്യൂ ഇട്ടെന്നേ വരില്ല. അതുകൊണ്ട് മുമ്പേ പറയുക, ആര്യന്റെ ഈ ഒരു സ്വഭാവം വളരെ വൃത്തികേടാണ്, മോശമാണ്. റിയാക്ട് ചെയ്യേണ്ടടുത്ത്, പ്രതികരിക്കേണ്ടടുത്ത് നമ്മൾ പ്രതികരിക്കണം. പക്ഷെ ലാലേട്ടൻ അത് ചെയ്യില്ല. ലാലേട്ടനായതുകൊണ്ട് മാത്രം അത് ചെയ്യില്ല. മറ്റുള്ള നടനാണെങ്കിൽ ആ ഷൗട്ടിങ് അന്നേരം തന്നെ കൊടുക്കാൻ. അതുകൊണ്ടാണ് ലാലേട്ടനാകുന്നത്. അത് മനസ്സിലാക്കാത്ത ആര്യനെയും എനിക്ക് വിരോധമുണ്ട്. അവൻ എന്തായാലും ബിഗ് ബോസ് പുറത്തു. ഇന്നലെ KB ശാരികയാണ് എവിക്റ്റഡ് ആയത്. ഒരു ടാസ്ക് ഒരുപാട് കൊടുത്തിരുന്നു. ഇന്ന് നിലപാടുകളും കുറെ ഒരു ബോർഡൊക്കെ വെച്ച് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഒനിയനാണ് പുറത്തു പോയത് എന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ശാരികക്കാണ് ആ കണ്ണടയിൽ നിന്ന് പറഞ്ഞപ്പോൾ ശാരിക എവിക്റ്റഡ് എന്നാണ് എഴുതി വെച്ചത്. പക്ഷെ എനിക്കത് അത്ര ഉൾക്കൊള്ളാനായില്ല. ശാരിക എവിക്റ്റഡ് ആവാനായോ? ഇനിയും ഒരുപാട് സീസൺ ബാക്കി. ഒരു 50% ശാരിക അവിടെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ശാരിക ബോൾഡാണ്, നന്നായി സംസാരിക്കുന്ന വ്യക്തിയാണ്. ഒണിയനൊക്കെ ആവശ്യമില്ലാത്ത ക്യാരക്ടറെയാണ് ബിഗ് ബോസ് അവിടെ പിടിച്ചു നിർത്തുന്നത്. അത് ബിഗ് ബോസിന് നെഗറ്റീവ് ഷെയ്ഡായി ബാധിക്കും. ഒരു നല്ല മത്സരാർത്ഥിയെ പുറത്തു വിട്ടിട്ട് ഒരു മോശം മത്സരാർത്ഥിയെ ഉയർത്തെഴുന്നേൽക്കുന്നത് കൊണ്ട് ബിഗ് ബോസിന് യാതൊരു അംഗീകാരവും കിട്ടുന്നില്ല. ഇവിടെ ശാരിക എന്ന് പറഞ്ഞ ഒരു KBയുടെ പുറത്തു പോക്കിൽ എനിക്കൊരു നെഗറ്റിവിറ്റിയും തോന്നിയില്ല. കാരണം ആ പെൺകുട്ടിയുടെ വീഡിയോസ് ഒന്നിലും പറയേണ്ടതാണ് മാത്രമാണ്. ശാരിക പുറത്ത് പറഞ്ഞ മിക്ക കാര്യങ്ങളും, പുറത്തു വെച്ച് പറയുന്ന മിക്ക കാര്യങ്ങളും ശാരിക ഇവിടെ വന്ന് പ്രതികരിച്ചിട്ടില്ല. നന്നായി കളിച്ചിട്ട് പോയതാണ് ശാരിക. അതായത് ശാരിക കലാഭവനെയല്ല ഞാൻ പറഞ്ഞത്, ശാരിക KBയുടെ കാര്യമാണ്. ഒരു നല്ലൊരു ആങ്കറാണ്. ആ പെൺകുട്ടി സ്വയം അതിജീവിക്കാൻ വേണ്ടിയാണ് ആങ്കറിങ് തൊഴിലെടുത്തിരിക്കുന്നത്. അതായത് കുടുംബമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അതിജീവിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ആങ്കറിങ്ങിന് പവർ കൂടും. അവരുടെ പെർസ്പെക്റ്റീവിൽ അവർ പറയുന്ന വാക്കുകളൊന്ന് ഷാർപ്പാവും. ശാരികയ്ക്ക് ഒരു ലേഡി ബിഗ് ബോസ് ആങ്കർ ആകാൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ആ ഒരു ക്വാളിറ്റി ശാരികക്കുണ്ട്. അങ്ങനത്തുള്ളൊരു മത്സരാർത്ഥിയാണ് ബിഗ് ബോസ് ഇന്നലെ എവിക്റ്റഡ് ആക്കിയത്. വോട്ട് കുറഞ്ഞതോ വോട്ട് കൊടുക്കാത്തതോ എല്ലാം ഒരു നെഗറ്റീവിനെ ബാധിക്കും. കാരണം അത് ബിഗ് ബോസ് ഷെയ്ഡാണ്. അതൊരു ഷെയ്ഡ് മാർക്കായി മാത്രം നിലനിൽക്കുന്നതായിരിക്കും. അങ്ങനെ പെട്ടെന്ന് എവിക്റ്റായി പോകേണ്ടതല്ല ശാരിക. മറ്റെത്ര കണ്ടസ്റ്റൻസ് അവിടെയുണ്ട് ഒന്നും ചെയ്യാതെ നിൽക്കുന്നവർ. അവരെ എടുത്ത് രേണു സുധി അവിടെ വെച്ച് വായിക്കുന്നതിൽ താല്പര്യമില്ല. നമുക്കാർക്കും
രേണുസുതിയുടെ സ്ട്രാറ്റജി ഇഷ്ടപ്പെടുന്നില്ല. അവർ അവിടെ വേസ്റ്റാണ്. അവരെ മാറ്റി മറ്റുള്ളവരെ അവിടെ നിർക്കണം. എന്തായാലും മൊണിയൻ സാബ് പോയാലും നമുക്ക് ഇത്രയും രോഷമില്ല. കാരണം വേസ്റ്റ് കണ്ടസ്റ്റൻസ് ആണ്. പക്ഷെ നല്ല കണ്ടസ്റ്റൻസിനെ ഒഴിവാക്കി വിടുമ്പോൾ ഷാനവാസിനൊന്നും ഇപ്പോഴൊന്നും ഇറക്കി വിടേണ്ട ആവശ്യമില്ല. പക്ഷെ പ്രതികരിക്കാത്തവരെ അവിടെ പിടിച്ചു നിർത്തുന്നത് രേണുസുതിന്റെ ചിരി പോലും ഇപ്പൊ ഹേറ്റേഴ്സായി മാറാൻ ഹേർട്ടിംഗ് ആണ്. നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല ശ്രുതി എന്ന് പറയുന്ന വ്യക്തിയോട് കാണിക്കുന്ന ഒരു മൊറാലിറ്റി. ഇതൊക്കെ അഭിനയമാണ്. ബിഗ് ബോസിൽ ഇരുന്നു കൊണ്ട് കാണിച്ചു കൂട്ടുന്ന കുറെ നാടകങ്ങൾ, വേറൊന്നുമല്ല. ഇതൊക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നമ്മളും കണ്ടുകൊണ്ടിരിക്കുന്നു. വെറും വേസ്റ്റാണ് രേണുസുതി അവിടെ പെർഫോമൻസ് ചെയ്യുന്നില്ല എന്നതിന്റെ അർത്ഥത്തിൽ. എന്തിനാണ് അങ്ങനെയുള്ള മത്സരാർത്ഥിയെ സേഫ് ആക്കുന്നത്? ബിഗ് ബോസിനൊരു കാര്യവുമില്ല. ഇതും ഒരു ഷെയ്ഡ് മാർക്ക് ബിഗ് ബോസ് തന്നെ വാങ്ങിച്ചു കിട്ടും.